നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണല്ലോ. ഇന്ന് 3 മത്സരങ്ങളുണ്ട്. രാവിലെ 11 മണിക്കാണ് ആദ്യ മത്സരം. ശ്രീലങ്കയിൽ വെച്ചിട്ട്, കൊളംബോയിൽ വെച്ചിട്ട് പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു. രണ്ടാം മത്സരം ഇന്ന് 3 മണിക്കാണ് കൊൽക്കത്തയിൽ വെസ്റ്റ് ഇൻഡീസും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു. പിന്നെ രാത്രി 7 മണിക്ക് വാങ്കഡയിൽ ഇന്ത്യയും USA തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ടൂർണമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഓപ്പണിംഗ് സെറിമണി നടക്കുന്നത്. അപ്പോൾ എവിടെ നമുക്ക് കളി ലൈവ് കാണാം? ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ GCC കൺട്രികളിലുള്ളവരും, അതുപോലെ US-ലും UK-യിലും ഒക്കെയുള്ള, ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ ഫോളോ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എവിടെയൊക്കെ നമുക്ക് ലൈവ് കാണാൻ പറ്റും എന്നുള്ളതൊന്ന് പരിശോധിക്കുകയാണ്. ഒഫീഷ്യലി ICC തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടുണ്ട്. സോ TV ആൻഡ് ഡിജിറ്റൽ കവറേജ് ഇന്ത്യയിൽ ജിയോ സ്റ്റാർ, അതുപോലെ ജിയോ സ്റ്റാറാണ് ഏറ്റെടുത്തതെന്ന് പറയുമ്പോൾ സ്റ്റാർ സ്പോർട്സിലൂടെ നമുക്ക് TV-യിൽ കളി കാണാൻ പറ്റും. കൂടാതെ ജിയോ ഹോട്ട്സ്റ്റാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും നമുക്ക് കളികൾ കാണാൻ പറ്റും. എല്ലാ മത്സരങ്ങളും 5 ലാംഗ്വേജുകളിൽ അവൈലബിൾ ആണ്. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ, ഈ 5 ഭാഷകളിലും ജിയോ സ്റ്റാറിൽ, അതായത് നമുക്ക് സ്റ്റാർ സ്പോർട്സിൽ അവൈലബിൾ ആണ്. അപ്പം അതുപോലെ തന്നെ ഡിജിറ്റൽ കവറേജും ജിയോയിലും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഡീഷണൽ റീജിയണൽ ഫീഡ്സ് ബംഗാളി, ഭോജ്പുരി, അതുപോലെ തന്നെ ഹരിയാൻവി, ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രമായിട്ട് ഈ ഭാഷകളിലുള്ള കവറേജ് അവൈലബിൾ ആണ്. പിന്നെ മറാത്തിയിലും ഇന്ത്യൻ സൈൻ ലാംഗ്വേജിലും ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും സെമി ഫൈനലും ഫൈനലും ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഭാഷകളിൽ കൂടി അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ ആംഗിളുകളിലൊക്കെ കളി കാണാൻ പറ്റും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ ലൈവ് ഫീഡും അവൈലബിൾ ആണ്. ഇനി മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ, ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, ഭൂട്ടാനിൽ, മാൽദീവ്സിൽ, ഇവിടെ എല്ലാം സ്റ്റാർ സ്പോർട്സിൻ്റെ വ്യത്യസ്ത പാർട്ട്നേഴ്സിലൂടെ നമുക്ക് കളി കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഡയലോഗ് TV ആണ് ശ്രീലങ്കയിൽ ഈ ഒരു മത്സരങ്ങൾ പൂർണ്ണമായിട്ടും സംപ്രേഷണം ചെയ്യുന്നത്. അതുപോലെ തന്നെ UK-യിലുള്ള, അയർലൻഡിലുള്ള സുഹൃത്തുക്കൾക്ക് സ്കൈ സ്പോർട്സ് ക്രിക്കറ്റിലൂടെ മത്സരങ്ങൾ കാണാൻ പറ്റും. സ്കൈ സ്പോർട്സ് ക്രിക്കറ്റ് ആൻഡ് സ്കൈ സ്പോർട്സ് മെയിൻ ഇവൻറ്റ്, ഇതിലൂടെ നമുക്ക് കളികൾ കാണാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവൈലബിൾ ഓൺ നൗ, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. സ്കൈ സ്പോർട്സിൽ ഹിന്ദി കമൻട്രി അവൈലബിൾ ആയിരിക്കും സെമി ഫൈനലിലും ഫൈനലിലും, ആ കാര്യം ICC പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഇറ്റലി ആദ്യമായിട്ട് ICC T20 വേൾഡ് കപ്പിൽ പങ്കെടുക്കുകയാണല്ലോ. അപ്പോൾ സ്കൈ ഇറ്റാലിയയിൽ മത്സരങ്ങൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറ്റലിയുടെ മത്സരങ്ങളൊക്കെ സ്കൈ ഇറ്റാലിയയിൽ ഇറ്റലിക്കാർക്ക് കാണാൻ പറ്റും. പിന്നെ സെമി ഫൈനൽസും ഫൈനൽസും അവിടെ സ്കൈ ഇറ്റാലിയയിലൂടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയിലുള്ളവർക്ക് കളി കാണാൻ സൂപ്പർ സ്പോർട്സ്, അതിലൂടെയാണ് നമുക്ക് മത്സരങ്ങൾ TV ആൻഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കളി കാണാൻ പറ്റും. സബ് സഹാറൻ ആഫ്രിക്കയിൽ മൊത്തമായിട്ട് ഈ ഒരു മത്സരങ്ങൾ അവർ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പ്രൈം വീഡിയോയിലൂടെയാണ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ഹിന്ദി കമൻട്രി ഫീഡ് അവൈലബിൾ ടു വ്യൂവേഴ്സ് ഫോർ ഓൾ ഇന്ത്യ മാച്ചസ്. കൂടാതെ സെമി ഫൈനലിലും ഫൈനലിലും ഹിന്ദി കമൻട്രി കൂടി അവൈലബിൾ ആണ്. ഇനി ന്യൂസിലാൻഡിലുള്ള സുഹൃത്തുക്കൾക്ക് സ്കൈ സ്പോർട്സിലൂടെ കളി കാണാൻ പറ്റുന്നതാണ്. ഹിന്ദി കമൻട്രി അവൈലബിൾ ഫോർ ഓൾ ഇന്ത്യ മാച്ചസ് ആൻഡ് സെമി ഫൈനൽസ് ആൻഡ് ഫൈനൽസ്, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വില്ലോ TV ആണ് ICC ഇവൻറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും കാനഡയിലും മത്സരങ്ങൾ എത്തിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കമൻട്രീസ് അവൈലബിൾ ആണ്. UAE-യിലും അതുപോലെ വൈഡർ മെന റീജിയനിലും ടൂർണമെൻറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് ക്രിക്ക് ലൈഫ് മാക്സിലൂടെയാണ്. അതുപോലെ തന്നെ സ്റ്റാർസ് പ്ലേ, ഇതിലൂടെ നമുക്ക് കളികൾ കാണാൻ പറ്റും. അഡീഷണലി മിഡിൽ ഈസ്റ്റിൽ ഉള്ള സുഹൃത്തുക്കൾക്ക് സ്റ്റാർ പ്ലേസ് കവറേജ്, ICC-യുടെ മൊത്തം മത്സരങ്ങളും സ്റ്റാർ പ്ലേസിലൂടെ കവർ ചെയ്യുന്നുണ്ട് ത്രൂ ദെയർ പാർട്ട്നേഴ്സ്, ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. വോക്സ് നമുക്ക് UAE-യിലും KSA-യിലും കുവൈത്തിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും വോക്സിലൂടെ കളി കാണാൻ പറ്റും. റീലിലൂടെ UAE-യിൽ കളി കാണാൻ പറ്റും. റോക്സി, അതുപോലെ സിനി പോളിസ്റ്റാർ, ഇത് നമുക്ക് UAE-യിൽ കളി കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ബിഗ് സ്ക്രീനിലൊക്കെ കളി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലൂടെ കാണാൻ പറ്റും. മുക്ത വഴി ബഹ്റൈനിൽ കളി കാണാൻ പറ്റും. എപ്പിക് സിനിമ വഴി ബഹ്റൈനിൽ കളി കാണാൻ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യം കൂടി അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ കരീബിയൻ ഐലൻഡ്സിൽ ESPNലൂടെയാണ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ഡിസ്നി പ്ലസ് ആപ്പ് വഴി ലാറ്റിൻ അമേരിക്കയിൽ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ചില മത്സരങ്ങൾ പോർച്ചുഗീസ് കമൻട്രിയിൽ മത്സരങ്ങൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അത് ESPNൻ്റെ TV പ്ലാറ്റ്ഫോമിലൂടെ ബ്രസീലിലാണ് അങ്ങനെ പോർച്ചുഗീസ് കമൻട്രിയിൽ മത്സരങ്ങൾ അവൈലബിൾ ആക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇനിയിപ്പം വീണ്ടും സുഹൃത്തുക്കൾ മലേഷ്യയിലുള്ളവരുണ്ടാവാം, ഹോങ്കോങ്ങിലുള്ളവരുണ്ടാവാം, അവർക്കൊക്കെ ക്രിക്ബസ് ചാനലിലൂടെ മത്സരങ്ങൾ അവൈലബിൾ ആണ്. അപ്പം ഏതാണ്ട് എല്ലായിടത്തെ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഏതാണ്ട് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ICC വിശദമായിട്ട് തന്നെ വിപുലമായിട്ട് തന്നെ മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മത്സരങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൽ എത്താം.